മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചേമ്പുംതാൾ മോരും കൂടെ ഒന്ന് കറി വെച്ചാലോ? വെക്കാം. അത് ചേമ്പുംതാൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെക്കാം. അടുപ്പത്ത് വെച്ച് വേവട്ടെ. വേകുമ്പോഴത്തേക്ക് നമുക്കതിന് അരപ്പുണ്ടാക്കാം. തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കാം. വെന്തോന്ന് നോക്കാം. വെന്തോണ്ടിരിക്കുന്നു. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് കടുകും വറുത്തെടുക്കാം. തേങ്ങയെല്ലാം കൂടെ അരച്ചെടുത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചേമ്പുംതാളും മോരും കൂടെ കറി വെച്ചത്. കടുക് വറുത്തൊഴിക്കാം. നമുക്ക് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. ചേമ്പുംതാൾ നല്ലപോലെ വെന്തു. ചേമ്പുംതാളും മോരും കൂടെ കറി വെച്ചത്. അപ്പോഴത്തേക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ, ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. മോരും താളും കൂടെ കറി വെച്ചത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. സൂപ്പർ കറിയാണ്. ഏത് ദിവസക്കാർക്കും കൂട്ടാൻ പറ്റുന്ന കറി. താളും മോരും കൂടെ കറി വെച്ചത്. ചേമ്പിൻ്റെ താള് നല്ലൊരു വെന്തു. ഒരു മായമില്ലാത്ത സാധനം, വിറ്റാമിൻ്റെ കലവറ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കുന്ന ഒന്നും കൂടെ പറയാം. ചേമ്പുംതാൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ചുകൊണ്ട് വന്നിട്ട് ആദ്യം കഴുകി അതിൻ്റെ പുറത്തെല്ലാം നല്ല വൃത്തി കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ട് അടുപ്പ് വെച്ച് വേവിക്കുക. എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ അരച്ചെടുക്കുക. ഉലുവാപ്പൊടി, മഞ്ഞൾ എല്ലാം കൂടെ ചേർത്ത് കടുകും വറുക്കുക. മോരും ഒഴിക്കുക. താളും മോരും കൂടെ കറി വെച്ചത്.